പഞ്ചായത്തിന് യോഗം വിളിച്ചപ്പോ ഇവിടെ ഈ പ്രസംഗിച്ച CPM നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ആ കരാറുകാരൻ പറഞ്ഞെന്താണെന്നറിയോ? സർക്കാർ പൈസ ഇടാതെ എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് വരെ അടി പോകാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം വായും മറ്റേ അപ്പൊ പഴമ്പെടുത്ത് വെച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പഞ്ചായത്തുകളിലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ സമര നാടകങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം 5 വർഷക്കാലം, അതുപോലെ തന്നെ അതിന് മുമ്പത്തെ 5 വർഷക്കാലം, അങ്ങനെ 2 LDF സർക്കാരുകളുടെ കാലഘട്ടം അങ്കമാലിയിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലും ഭരണമില്ല, ബ്ലോക്കിലും ഭരണമില്ല, ജില്ലാ പഞ്ചായത്തും ഇല്ല, MLA ഇല്ല, MP ഇല്ല. അപ്പൊ ക്രിയാത്മകമായിട്ട് ചെയ്യാൻ ഒരു പണിയില്ല. ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്ന് പറഞ്ഞാൽ പാറമട പോവുക, പാറ പൊട്ടിക്കുക, പിരിവ് നടത്തുക, മണ്ണ് കച്ചവടത്തിന് കാശ് മേടിക്കുക, പോലീസ് കേസ് വരുമ്പോൾ വാദിയുടെ ഭാഗത്ത് നിൽക്കുക, പ്രതിയുടെ ഭാഗത്ത് നിൽക്കുക, 2 വശത്തുനിന്നും കാശ് മേടിക്കുക. അപ്പൊ ഈ 10 വർഷമായിട്ട് അങ്കമാലിയിലെ CPM-ന്റെ നേതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പണി ആകെ ഇത് മാത്രമാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആൾക്ക് ഉൾപ്പെടെ ഞാൻ അതിലേക്ക് പിന്നെ വരാം. പിന്നെ പോയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ ജനങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് 10 വർഷക്കാലം പാറമടയിൽ പാറ മുട്ടിച്ചതിന്റെയും മണ്ണ് വിറ്റതിന്റെയും പോലീസ് കേസിൽ കാശ് പിരിച്ചതിന്റെയും കണക്ക് പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ പറ്റൂല. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാനായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ അതിനുള്ള മാർഗം കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ സമരം നടത്തുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി നടത്തിയ ഒരു സമര നാടകമാണ് മൂക്കന്നൂരിലും ഉണ്ടായത്. അതിന്റെ അപ്പുറത്തുള്ള ഗൗരവമൊന്നും അതിന് നമ്മൾ ആരും കാണേണ്ട കാര്യമില്ല. അല്ലാണ്ട് വിഭീഷൺ മോശക്കാരനായതുകൊണ്ടോ പഞ്ചായത്ത് മോശമായതുകൊണ്ടോ ഒന്നുമല്ല. പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോ അങ്കമാലിയിലെ LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് ഇതൊരു ചടങ്ങ് പോലെ ഇപ്പൊ ഒരു സമരം നടത്തിയേ തീരൂ, അതുകൊണ്ട് സമരം നടത്തുന്നു എന്നേ ഉള്ളൂ. ഞാനതിന് അത്ര വലിയ കണ്ടിട്ടുള്ളൂ. അതിന്റെ കൂടുതൽ ഗൗരവമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതുകൊണ്ടും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ആർജവം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം. അത് ആ പറഞ്ഞ CPM-കാരെ ഒന്നുകൂടെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചു വന്നേ ഉള്ളൂ. ഇവിടെ മൂക്കന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഇവിടെ ഈ പറഞ്ഞ ആളുകൾ, ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി, ഇവിടുത്തെ മൂക്കന്നൂരിലെ ലോക്കൽ നേതാക്കളും അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത കറൂറ്റിയിലെ ശ്രീ KK ഷിബുവും ഒക്കെ, അദ്ദേഹം കറൂറ്റിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇവിടെ ശ്രീ PV മോഹനൻ മൂക്കന്നൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ഈ 2 സ്ഥലത്തും CPM അധികാരത്തിൽ വന്നിട്ടില്ല. ഷിബു കറൂറ്റിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം കറൂറ്റിയിൽ CPM നിലനിർത്തിയിട്ടില്ല. ഇവിടെ CPM ഒരു തവണ പഞ്ചായത്ത് ഭരിച്ചതിന് ശേഷം മൂക്കന്നൂരിലും CPM നിലനിർത്തിയിട്ടില്ല. മൂക്കന്നൂരിലെയും കറൂറ്റിയിലെയും അങ്കമാലിയിലെയും ഒക്കെ ജനങ്ങൾക്ക് വളരെ നന്നായി അറിയാം, ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ഈ നാടിന്റെ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ആരും വികസന പ്രവർത്തനങ്ങൾ വരുമ്പോ അതിന് തടസ്സം നിൽക്കുന്ന ആളുകളോ അതിന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകളോ അതിന് മുടക്കം വെക്കുന്ന ആളുകളോ അല്ല. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നടക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന സമീപനം, അത് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ചരിത്രം തമാശയാണെങ്കിലും അല്പം ഗൗരവം കൂടെ ഉള്ളൊരു കാര്യം പറയാം. ഞങ്ങൾ ഏതാനും നാളുകൾക്ക് മുമ്പ് എറണാകുളത്തെ ഒരു പരിപാടിയിൽ, ഒരു പൊതു ചടങ്ങിൽ നിൽക്കുമ്പോൾ CPM-ന്റെ ഒരു പഴയകാല നേതാവ് കടന്നു വരികയാണ്.
അദ്ദേഹത്തിന്റെ പ്രായത്തെയും അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു വന്നപ്പോ ഈ കൂടെ നിന്നിരുന്ന ആളുകൾ പറഞ്ഞു, സഖാവിന് വലിയ ക്ഷീണമാണ്, നടന്നു വരുന്നുണ്ട് പറഞ്ഞു, സഖാവിന് ഭയങ്കര ക്ഷീണമൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനം മുഴുവൻ സഖാവിന്റെ നെഞ്ചത്തൂടെയല്ല കയറി ഇറങ്ങിയത്, അതിന്റെ ക്ഷീണം ഉണ്ടാവാതിരിക്കണം. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ വിമാനം മുഴുവൻ ഈ സഖാവിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങി പോയത്, അതുകൊണ്ട് അതിന്റെ ക്ഷീണം ഉണ്ടാവാതിരിക്കുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ആ ചരിത്രമൊന്നും വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും സമരം ചെയ്യുകയും ഇവിടെ ജനങ്ങളെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ നാടകങ്ങളൊക്കെ കളിച്ചതിന്റെ ചരിത്രം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. അത് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ ഉൾപ്പെടെ ഇവിടെ വിമാനത്താവളമായ ഇപ്പൊ നേരത്തെ പറഞ്ഞ ടെൽക്ക് വരാൻ നേരത്തെ ഒരു സമരം ചെയ്തു അല്ലേ? ഹിറ്റാച്ചി കമ്പനി മുട്ടാച്ചി തട്ടിപ്പെന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളുകളാണ് CPM-ന്റെ ആളുകൾ. ടെൽക്കെതിരെ സമരം നടത്തിയവരാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞ്. അവിടെയാണ് ഇപ്പോ ഈ പറഞ്ഞ വലിയ പ്രമാണിമാരൊക്കെ ഡയറക്ടർമാരായിട്ട് കയറിയിരിക്കുന്നത്. വിമാനത്താവളത്തിനെതിരെ സമരം നടത്തി, കൊച്ചി മെട്രോയ്ക്കെതിരെ സമരം നടത്തി. കൊച്ചി മെട്രോയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല വീരുടെ ആളാണ്. ഇന്നിപ്പോ കേരളം വലിയ വ്യവസായ സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മന്ത്രി. ഇപ്പോ ചിലപ്പോ ഈ പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തോ ചെയ്യാത്ത ആളുകൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് ആറാട്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പിയിടാത്തവൻ അപ്പിയിടുമ്പോൾ അതുകൊണ്ട് ആറാട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞ പരിപാടികൾക്കെല്ലാം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും UDF ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാ പദ്ധതികൾക്കും എതിരെ സമരം ചെയ്ത CPM ആ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ് ഇന്ന് മന്ത്രിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് അവരാണോട് വികസനത്തെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. കോൺഗ്രസിനും UDF-നും ക്ലാസ് എടുക്കാനായിട്ട് ഇവന്മാരൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കണക്കൊന്നും ഞങ്ങളോടൊന്നും പറയണ്ട. ഇവിടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായിട്ട് തോന്നി. നോട്ടീസ് വായിച്ചു. ഇവിടെ ഇതിലൊന്ന് ജോസ് പാണശ്ശേരി നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. 5 വർഷം കൊണ്ട് സർക്കാർ ആകെ കൊടുത്ത 28 കോടി രൂപ കൊടുത്ത പഞ്ചായത്ത് 38 കോടി ലാഭസാക്ഷിയാണ്. അതായത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ഇപ്പൊ പറയുന്നുണ്ടല്ലേ, കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് കേട്ടു, വിഴിഞ്ഞം പദ്ധതിക്ക് UDF എതിരെ നിന്നിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയത്. ഇവന്റെയൊക്കെ വിചാരം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മറവിരോഗം ഉണ്ടെന്നാണ്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മത്സ്യമേഷാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. വിഴിഞ്ഞം പദ്ധതി പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി നടപ്പിലാക്കാൻ പോയപ്പോൾ കടൽ കൊള്ള എന്ന് പറയുകയും 5000 കോടി രൂപയുടെ പദ്ധതി 6000 കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞ് വലിയ സമരം നടത്തുകയും ചെയ്ത ആളുകളാണ്. ആ ആളുകളാണ് ഇപ്പൊ പറയുന്നത്. അതുപോലെയാ 28 കോടി രൂപ കൊടുത്ത പഞ്ചായത്ത് 38 കോടി രൂപ ലാഭസാക്കി എന്ന് പറയുന്നത്. 5000 കോടിയുടെ പദ്ധതി 6000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞ ആളുകൾ 28 കോടി കൊടുത്തിട്ട് 38 കോടി ലാഭസാക്കി എന്ന് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇവന്മാർക്ക് കണക്കുമില്ല, ബോധമില്ല, വെളിവുമില്ല, തലയേറാ വാലെന്ന് അറിയില്ല. അറിയാവുന്ന ഞാൻ മുമ്പ് പറഞ്ഞ കുറെ പണികളാണ്. അതുകൊണ്ട് മൂക്കന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും സർക്കാർ സമയത്ത് കൊടുക്കേണ്ടുന്ന പണം സർക്കാർ കൊടുത്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കണക്ക് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ആളുകൾക്ക് ഞങ്ങൾക്കൊക്കെ ഈ കണക്ക് കൃത്യമായിട്ടറിയാം. പഞ്ചായത്തുകൾക്ക് സർക്കാർ 3 ഗഡുക്കളായിട്ട് പണം കൊടുക്കും. 3 ഗഡുക്കളായി കൊടുക്കുന്ന പണം ഓഗസ്റ്റ് മാസത്തിൽ കൊടുക്കുന്ന പണം കൊടുത്തത് ഡിസംബർ മാസത്തിൽ. ശരിയല്ലോ? ഓഗസ്റ്റ് മാസത്തിൽ കൊടുക്കേണ്ട പണം കൊടുത്തത് ഡിസംബർ മാസത്തിന്. ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ടുന്ന പണം സർക്കാർ കൊടുക്കേണ്ടുന്ന പദ്ധതി വിഹിതം അത് കൊടുത്തത് മാർച്ച് 30-ന്. മാർച്ച് 30-ന് പണം കൊടുത്തിട്ട് പറഞ്ഞു 31 കോടി ജനങ്ങൾ തീർന്നത്. എന്നിട്ട് സർക്കാർ ഒരു ഉത്തരവും കൂടി ഇറക്കി. ഈ 31-നുള്ളിൽ പണം ചെലവഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം സർക്കാർ തിരിച്ചെടുക്കും. അതായത് ഞങ്ങൾ അതാണ് നിയമസഭയിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അലഭ്യ ലഭ്യതയായിരുന്നു പഞ്ചായത്തുകൾക്ക്. എന്താണെന്നറിയോ? പഞ്ചായത്തുകൾക്കെല്ലാം
30-ാം തീയതി പണം കൊടുക്കും. അപ്പൊ പഞ്ചായത്തുകൾക്കെല്ലാം പണം ലഭ്യമായി. 31-ാം തീയതി ചെലവഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത് പഞ്ചായത്തുകൾ കൂട്ടാൻ. അതായത് ചില തലത്തിൽ പോകുമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ചില ആളുകളെ കണിയാനെ കാണാൻ പോകുമ്പോൾ പറയും നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. എന്താണ് ഭാഗ്യം? നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കും, പക്ഷെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെ അവസ്ഥ. പിണറായി വിജയന്റെ കാലത്ത് 30-ാം തീയതി പണം കൊടുത്തെന്ന് പറയും, 31-ാം തീയതി ഇത് ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചെടുക്കും. 30-ാം തീയതി പണം കിട്ടുമ്പോൾ പഞ്ചായത്തുകാരെല്ലാം പ്രസിഡന്റുമാരെല്ലാം വളരെ ഹാപ്പിയാവും. പക്ഷെ ഇത് 31-ാം തീയതി കൊണ്ട് ഇത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. എന്നിട്ട് ഇത് തിരിച്ചെടുക്കും. കൂടത്തിൽ ഒരു ഉത്തരവും കൂടി. ആ ഉത്തരവ് എന്താണെന്ന് അറിയോ? കഴിഞ്ഞ UDF ഗവൺമെന്റ് എന്നല്ല, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നല്ല, കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും ഒരു വർഷം സർക്കാർ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന തുക അത് മാർച്ച് 31-നുള്ളിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ തുക സ്പില്ലോവറായി ക്യാരി ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അടുത്ത വർഷം ഉപയോഗിക്കാം. ഒരു പഞ്ചായത്തിനും മുഖ്യമന്ത്രി പഞ്ചായത്തിന്റെ സർക്കാർ ഒരു വർഷം ഇപ്പോ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാൻഡായിട്ടോ അല്ലെങ്കിൽ പദ്ധതി വിഹിതമായിട്ടോ സർക്കാർ 5 കോടി രൂപ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. 5 കോടി രൂപ കൊടുത്ത് മാർച്ച് 31-നകം അതിനകത്ത് 3 കോടിയെ ചെലവഴിച്ചുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന 2 കോടി അടുത്ത വർഷം ചെലവഴിക്കാം. ശരിയല്ലേ? അടുത്ത വർഷം ചെലവഴിക്കാം. അടുത്ത വർഷത്തെ തുക വേറെയാ. ഈ ബാക്കി കിടക്കുന്ന 2 കോടി എല്ലാ പഞ്ചായത്തും അടുത്ത വർഷം ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ അടുത്ത വർഷം സ്വാഭാവികമായിട്ട് കിട്ടുന്ന 5 അല്ലെങ്കിൽ ഒരു 10% വർധനവ് വെച്ചിട്ട് 6 കോടിയോ അല്ലെങ്കിൽ 5.5 കോടിയോ അത് വേറെ കിട്ടും. ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ്, ഇത്രയും വലിയ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പഞ്ചായത്തുകളിൽ ഈ സ്പില്ലോവർ ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള പഞ്ചായത്തുകളുടെ അനുമതി നിർത്തലാക്കിയത്. സമയത്ത് പണം കൊടുക്കൂല, 13-ാം മണിക്കൂറിൽ പണം കൊടുത്തിട്ട് പണം ചെലവഴിക്കുന്നില്ല എങ്കിൽ അത് മുഴുവൻ സർക്കാർ തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിറ്റത്തെ വർഷം കൊടുക്കുന്നത് പഴയ വർഷം തിരിച്ചെടുത്ത പണം ഉൾപ്പെടെയല്ല. പിറ്റത്തെ വർഷം വേറെ തുക മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ പിറ്റത്തെ വർഷം അനുവദിക്കുന്ന പണം മാത്രം. അതും ഇതുപോലെ തന്നെ അനുവദിക്കും, പക്ഷേ അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല ഒരു പഞ്ചായത്ത്. ഇതാണെന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെ പ്രശ്നം. ഇവിടെ KK ശിവനും കൂട്ടർ ഇവിടെ വന്ന് സമരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇത് സമരം ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ പഞ്ചായത്തുകളിലും UDFന്റെ നേതൃത്വത്തിൽ ഇവിടെ മൂക്കന്നൂരിൽ അവരിവിടെ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി പോയതേ ഉള്ളൂ. മൂക്കന്നൂർ പഞ്ചായത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് UDF ഇവിടെ രാപ്പകൽ സമരം ചെയ്തു. പഞ്ചായത്തിന് കിട്ടേണ്ട പണം സമയത്ത് കൊടുക്കാത്തതിനെ പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തിന് മുമ്പിലൂടെ UDF രാപ്പകൽ സമരം നടത്തിയതാണ്. കാരണം ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവനും ഈ പറയുന്ന സർക്കാരിനാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കുറെ ഉദ്യോഗസ്ഥരെ കൊടുത്തില്ല. മൂക്കന്നൂർ പഞ്ചായത്തില് കൊണ്ടുവന്നെത്തിയിരിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥര്, അവർക്ക് എസ്റ്റിമേറ്റ് എന്താണെന്ന് അറിയില്ല, അതിന് എഗ്രിമെന്റ് എന്താണെന്ന് അറിയില്ല, ടെൻഡർ എന്താണെന്ന് അറിയില്ല, ബില്ല് എഴുതാൻ അറിയില്ല. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത കുറെ ആളുകൾ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടല്ലേ ഈ പറയുന്ന ഇവിടെ വന്ന് സമരം ചെയ്യുന്ന ഈ നോട്ടീസ് അടിച്ചിരിക്കുന്ന പഞ്ചായത്ത് അംഗമായിട്ടുള്ള ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ 1-2 ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് സർക്കാരിലേക്ക് നിവേദനം കൊടുത്തിട്ട് എന്തായി? ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ CPMന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഈ പഞ്ചായത്തിലെ 1-2 ഉദ്യോഗസ്ഥർ ഇവിടെ പദ്ധതി നടത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഈ പഞ്ചായത്തിൽ ഒരു ഉപകാരമില്ല, ഇവരെ നിന്ന് മാറ്റണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ആ ഒരു ക്ലർക്കിനെ പോലും മാറ്റാനായിട്ട് ഇവരെ കൊണ്ടാവില്ല. അത്രേ ഉള്ളൂ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഇവിടുത്തെ CPMന്റെ മെമ്പർമാർക്ക് ഈ LDF സർക്കാർ കൊടുത്തിരിക്കുന്ന വില. അപ്പോ ഈ കാര്യങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മേലെ മെക്കിട്ട് കയറാൻ വേണ്ടി ഇവരാരും വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ സംസ്ഥാനം ഭരിക്കുന്ന CPM ഈ ഗവൺമെന്റിന്റെ പരാജയമാണ് എന്നും
കേരളത്തിലെ പഞ്ചായത്തുകളെ മുഴുവനും ഞെക്കിക്കൊല്ലുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. അതിന്റെ പേരിൽ ഇവിടെ വന്ന് സമരം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ മൂക്കന്നൂർ ഏഴാറ്റുപുഴ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എല്ലാവരും വിശദീകരിച്ചു. എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. CPM-ന് ഇവിടെ വന്നൊരു സമരം നടത്താൻ സാധിച്ചു. ഇപ്പൊ നമുക്കും ഇവിടെ വന്നൊരു സമരം നടത്താൻ സാധിച്ചത് ഇവിടെ വന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതുകൊണ്ടാണ്. ബിജു പാലാട്ടി ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്താണ് ഇവിടെ ഈ മൂക്കന്നൂർ ടൗണിൽ ഉൾപ്പെടെ ഇതിവിടെ പൊളിച്ചു മാറ്റി. എത്ര ആയിരം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടമായിരുന്നു, എത്ര ആയിരം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടമായിരുന്നു. ഞാൻ CST ബ്രദേഴ്സിനോട് ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മൂക്കന്നൂരിന്റെ വികസനത്തിൽ എന്നും പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളവരാണ് അവര്. അതുപോലെ ഇവിടുത്തെ മർച്ചന്റ് അസോസിയേഷൻ ഞാൻ പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ മൂക്കന്നൂരിന്റെ ഹൃദയഭാഗത്ത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന, സെന്റിന് ലക്ഷക്കണക്കിന് വില വരുന്ന ഈ മൂക്കന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും വിലവെടുപ്പുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റി ഈ റോഡിന്റെ വികസനവുമായി സഹകരിക്കാൻ ഇവിടുത്തെ ഈ CST ബ്രദേഴ്സും ഇവിടുത്തെ മർച്ചന്റ് അസോസിയേഷനും ഒക്കെ വളരെ കൃത്യമായി സഹായിച്ച് മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമുക്കത് സാധ്യമായത്. ഇവിടെ മാത്രമാണോ? നിങ്ങൾ കരയാമ്പറമ്പ് പോലും കൂടെ ആലോചിച്ച്, കരയാമ്പറമ്പ് മുതൽ പൂതംകുറ്റി വരെ ഈ റോഡ് ആരുടെയൊക്കെ കാലത്ത് വികസിപ്പിക്കാൻ നോക്കിയതാ. ഇവിടെ പല ആളുകളും പരിശ്രമിച്ചിട്ടുണ്ട്, പല ആളുകളും ശ്രമിച്ചിട്ട് നടക്കാതെ പോയതാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ പോൾസി മാഷും ബിജു പാലാട്ടിയും അതുപോലെ തന്നെ KVP പ്രസിഡന്റായിട്ടുള്ള ഈ ഭരണസമിതി, അന്ന് ഇത് പൊളിക്കുന്ന സമയത്ത് ബിജു പാലാട്ടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ ഭരണസമിതിയുടെ കാലത്താണ് നമ്മള് മൂക്കന്നൂര് കൊറോണ പള്ളി, അവരോട് നന്ദി പറയണം. അവിടെ മഠം, തൊട്ടിപ്പുറത്ത് മഠത്തിന്റെ സ്കൂളിന്റെ സ്ഥലം, അതിനുശേഷം ഈ പറഞ്ഞ മൂക്കന്നൂർ ടൗണില്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ ഷാപ്പുംപടി ജംഗ്ഷനൊക്കെ ഇവിടെ ആർമി സാറും അതുപോലെ തന്നെ PLDV സാറും ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ എത്ര ആളുകളെ നമ്മൾ എത്ര കാലഘട്ടങ്ങളിൽ ഇതിന്റെ പരിശ്രമങ്ങൾ മുൻപൊക്കെ നടന്നിട്ടുണ്ട്. അന്നൊന്നും നടക്കാത്ത കാര്യം ഇപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെയുള്ള മൂക്കന്നൂരിലെ കോൺഗ്രസിന്റെ ഭരണസമിതിയും ഈ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് നമുക്കതൊക്കെ പൊളിച്ചു മാറ്റി വീതി കൂട്ടാൻ സാധിച്ചത്. ഇതൊന്നും ഇല്ലാണ്ട് റോഡ് ടാർ ചെയ്ത് പോയാൽ മതിയാണെങ്കിൽ നമുക്ക് വണ്ട തീർക്കായിരുന്നു. താവൂർ പള്ളി, താവൂർ കയറ്റത്തില്, താവൂർ ഇറക്കത്തില് പൂതംകുറ്റി ജംഗ്ഷനൊക്കെ എങ്ങനെ കടന്നിരുന്ന സ്ഥല, ഒരു പ്രൈവറ്റ് ബസ് ഇങ്ങോട്ട് വന്നാൽ വേറെ വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ കടന്നിരുന്ന സ്ഥലം എത്ര തവണ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരോട് സംസാരിച്ച്, സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി സംസാരിച്ച്, പഞ്ചായത്ത് മെമ്പർ സംസാരിക്കും, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കും, ഞാൻ പോയി സംസാരിക്കും, മറ്റു നേതാക്കന്മാർ സംസാരിക്കും, അതാത് പ്രദേശങ്ങളിലുള്ള കോൺഗ്രസിന്റെ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ഓരോ വ്യക്തികളോടും സംസാരിച്ചാണ് നമുക്കിതൊക്കെ സാധ്യമായത്. അതെ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തത് നമുക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയൊരു പദ്ധതി വന്നു. കരാറുകാരുടെ സമയത്ത് പൈസ കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ വേണേ കാണിച്ചു തരാം. പഞ്ചായത്തിന് യോഗം വിളിച്ചപ്പോ ഇവിടെ ഈ പ്രസംഗിച്ച CPM നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ആ കരാറുകാരൻ പറഞ്ഞെന്താണെന്നറിയോ? സർക്കാർ പൈസ തരാതെ എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് വരെ അടി പോകാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം വായിലും മറ്റേ അപ്പൊ പഴമ്പരി എടുത്ത് കഴിച്ചു, ഒന്നും മിണ്ടില്ല. അപ്പോ സർക്കാർ പണം കൊടുക്കേണ്ട സമയത്ത് പണം കൊടുക്കാതെ ഒരു കരാറുകാരൻ പണിയെടുക്കുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്, അവര് പണം കിട്ടണ്ടേ. അപ്പൊ സമയത്ത് പണം കൊടുക്കാതെ ഈ പരിപാടി ഇത്രയധികം നീണ്ടുപോകുന്നതില് അതിന്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ ധനകാര്യ വകുപ്പിനുമാണ്. ഞാൻ എത്ര തവണ നിയമസഭയിൽ ഉന്നയിച്ചു.
ഈ വിഷയം ഉന്നയിച്ച് എത്ര തവണ ഞങ്ങൾ യോഗം ചേർന്നു, പഞ്ചായത്തിൽ യോഗം ചേർന്നു, MLA ഓഫീസിൽ യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ DPR ഇതിന്റെ DPR അത് തയ്യാറാക്കാൻ വേണ്ടി അതൊക്കെ വലിയ സർക്കാർ വലിയ ഏജൻസിനെ കൊണ്ടാണ് DPR ഒക്കെ ഉണ്ടാക്കിയത്. DPR അപാകതകളുണ്ടായി. ഞങ്ങളതൊക്കെ ഇരുന്നു അവരുമായിട്ടിരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് അതൊക്കെ ഓരോ സമയത്ത് പരിഹരിച്ചാണ് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും ഇതിനകത്ത് പോരായ്മകളുണ്ട്. ഇനിയും ഇത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്, പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ 10 ദിവസം മുമ്പ് ഞങ്ങൾ പഞ്ചായത്തിൽ അവരെ എഞ്ചിനീയർമാരെയും കൺസൾട്ടന്റിനെയും കരാറുകാരനെയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. അവിടെ വെച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മൂക്കന്നൂർ ടൗണിലെ ഉൾപ്പെടെ താബോർ കയറ്റത്തിൽ ഉൾപ്പെടെ പോക്കുന്ന പള്ളിയുടെ ഭാഗത്ത് ഉൾപ്പെടെ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി പൂർത്തീകരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ ഈ പദ്ധതിയുടെ പിന്നാലെ ഉണ്ടാവും. ഞങ്ങൾക്കത് ഉത്തരവാദിത്തമുള്ളത്. ഞങ്ങൾ വെറുതെ വന്ന് നാട്ടിൽ കവലയിൽ വന്ന് പ്രസംഗിച്ചു പോയി 3 പണി ഞാൻ മാത്രമല്ല. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്തമൊന്നുമില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യും. കാലതാമസം ഉണ്ടായിട്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് കോൺഗ്രസിന്റെ മേലെ UDFന്റെ മേലെ മൂക്കന്നൂർ പഞ്ചായത്തിൽ കുതേകേറി പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ 2 സീറ്റ് വിട്ടാണെന്നും ഇവിടുത്തെ CPM-കാരും വ്യാമോഹിക്കണ്ട. മൂക്കന്നൂർ പഞ്ചായത്ത് ഇവിടെ പറഞ്ഞു മൂക്കന്നൂർ പഞ്ചായത്തിനെ ഏറ്റവും പിന്നോക്ക പഞ്ചായത്താക്കിയാണ്. ആരോടെങ്കിലും പറയുന്നത് ഇവരൊക്കെ എവിടെ ജീവിക്കുന്നത്? മൂക്കന്നൂരുകാരെ അപമാനിക്കരുതെന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, CPM-നോട് പറയാനുള്ളത്. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ നല്ല എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയും നല്ലൊരു പഞ്ചായത്ത് വേറെ കിട്ടും, ഇത്ര നല്ലൊരു പ്രദേശം വേറെ കിട്ടും. നാട്ടുകാർ കൂടെ ആളുകൾ കൂടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മൂക്കന്നൂർ പോലൊരു സ്ഥലത്താണ്. ഇപ്പോഴാണെങ്കിൽ മൂക്കന്നൂർ ഏറ്റവും മോശം പഞ്ചായത്ത്, ഏറ്റവും മോശം നാടാണെന്നൊക്കെ പറഞ്ഞ് മൂക്കന്നൂരിനെ അപമാനിക്കാനായിട്ട് CPM-കാരൊക്കെ പുറപ്പെടും. കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പക്ഷെ ഈ നാടിനെ അപമാനിക്കാൻ CPM ഇറക്കി പുറപ്പെടരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാടകമൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ, മൂക്കന്നൂരിലെ ജനങ്ങളെ തിരിച്ചറിയും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ CPM ഈ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ ഏരിയ സെക്രട്ടറി മാറി പുതിയ ഏരിയ സെക്രട്ടറി വന്നു. പുതിയ ഏരിയ സെക്രട്ടറിനെ എവിടെ അടുപ്പിക്കില്ല. പുതിയ ഏരിയ സെക്രട്ടറി നിങ്ങൾ ആരുടെ കേട്ടിട്ടുണ്ട്? ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോ ഈ പറഞ്ഞ വ്യക്തി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഏരിയ സെക്രട്ടറി ആണോ ഏത് എന്നുള്ള സംശയത്തിലാണ് ഇവിടെ പാർട്ടിക്കകത്ത്. ഇപ്പോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരായിട്ട് ഈ പാലശ്ശേരിയിൽ നിന്നുള്ള പഴയ ഏരിയ സെക്രട്ടറിക്കെതിരായി CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ വിശദാംശങ്ങൾ മുഴുവൻ എന്റെ കയ്യിലുണ്ട്. അഴിമതി ആരോപണമാണ്. അതായത് കമ്മിറ്റി ഓഫീസിൽ നിന്നും കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് അങ്കമാലിയിലെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. അതിന്റെ വിശദാംശങ്ങളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ പരാതിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആകെ അങ്കലാപ്പിലാണ്, ആകെ പ്രയാസത്തിലാണ്. അപ്പൊ പിന്നെ പാർട്ടിക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും കുറെ പരിപാടിയൊക്കെ നടത്തി ഞാനാണ് നേതാവ്, അപ്പൊ ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അങ്കലാപ്പിലാണ്. അതിന്റെ ഭാഗമായി ഈ പാവം വിഭീഷണ മേലെ കുതിരണമെന്ന് മാത്രമേ. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തീർക്കുക. അതിനുവേണ്ടി അത് തീർക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ മേലെ കുതിര കാണാൻ വേണ്ടി നിങ്ങൾ ആരും വരണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ
10 വർഷത്തോളമായി കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികമായി കൊള്ളയടിക്കുകയും ഈ നാടിനെ ഇത്രയധികമായി ദുരിതത്തിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആരോട് ചോദിച്ചാലും അവർ പറയും ഒരു നിമിഷം നേരത്തെ ഈ പിണറായി വിജയനെ താഴെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് എത്തി നിൽക്കുകയാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഇവിടെ CPM എത്രയൊക്കെ പ്രചരണം നടത്തിയാലും മൂക്കന്നൂർ പഞ്ചായത്തിന്റെ ഭരണം അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. മൂക്കന്നൂർ പഞ്ചായത്തിന്റെ മാത്രമല്ല, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ മാത്രമായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കേരളത്തിലുണ്ടാവും. കേരളത്തിൽ ഒരു മാറ്റമുണ്ടാവും. കേരളം ഒരു മാറ്റം അർഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ജനങ്ങളോടൊപ്പം ഉണ്ടാകും. മൂക്കന്നൂരിലെ കോൺഗ്രസ് ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അത് മനസ്സിലാക്കുന്ന ജനങ്ങളാണ് മൂക്കന്നൂരിലുള്ളത് എന്ന ഉത്തമ വിശ്വാസമുണ്ട്. ആ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വീണ്ടും നമ്മൾ വിജയിച്ചു വരുമെന്ന്. അതിനുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം